കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. ജില്ലാ സമ്മേളനങ്ങളിലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ എതിർസ്വരങ്ങളെല്ലാം പിണറായി വെട്ടിനിരത്തി. സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കും പ്രവൃത്തിയും നിലപാടും സംസ്ഥാന സമ്മേളനത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. വിഭാഗീയത കൊടുമ്പിരി കൊണ്ട കാലത്ത് പോലും സെക്രട്ടറി വിമർശനങ്ങൾക്ക് അതീതനായിരുന്നു. MV ഗോവിന്ദൻ ദുർബലനാണെന്ന പ്രതീതി പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പുറത്തായി. അത് നിങ്ങളുടെ ഒരു ഭാവനയാണ്. പാർട്ടിക്കകത്ത് ചർച്ചയും സ്വയം വിമർശനവും ഒക്കെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പിണറായിയുടെ മേൽക്കൈ കാണാം. വിശ്വസ്തരായ MB ജയരാജനും CN മോഹനും ഉൾപ്പെടെ KK ശൈലജയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി. സംസ്ഥാന കമ്മിറ്റിയിൽ പ്രകാശൻ മാസ്റ്റർ മുതൽ B വസീഫ് വരെ പുതുമുഖങ്ങളെല്ലാം പിണറായി അടുപ്പക്കാർ. P ജയരാജൻ സെക്രട്ടേറിയറ്റിലെത്താത്തതിലും ആ അസ്വാഭാവികത സംശയിക്കാം. അങ്ങനെ ഓരോ ജില്ലക്കും പ്രാതിനിധ്യമൊന്നുമില്ല സെക്രട്ടേറിയറ്റിൽ. ഈ സമ്മേളന പ്രതിനിധികളായ മുഴുവൻ ആളുകളെയും ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പരിഗണിക്കാനാവില്ലല്ലോ. അനാരോഗ്യം മൂലമാണ് P ശ്രീരാമകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി വിട്ടത്. CPM വയനാട് മുൻ ജില്ലാ സെക്രട്ടറി P ഗഗാറിനും കൊല്ലത്തെ സൂസൻ കോടിയും സംസ്ഥാന കമ്മിറ്റിക്ക് പുറത്തായി. വയനാട്ടിലെ പ്രാദേശിക എതിർപ്പാണ് ഗഗാറിന് വിനയായത്. സൂസൻ കോടി കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത മൂലവും പുറത്ത്. സൂസൻ കോടിയെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി തന്നെയും കരുനാഗപ്പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ് പാർട്ടി. വിഭാഗീയമായ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിന് പാർട്ടിയെ സജ്ജമാക്കുക എന്ന ചുമതലയാണ് ഈ സമ്മേളനത്തിലൂടെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാന സമ്മേളനത്തിലെ നവകേരളത്തിനുള്ള പുതുവഴി പിണറായിയുടെ മറ്റൊരു ജൈത്രയാത്രയുടെ തുടക്കവുമാകാം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.